ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ആനിമേഷനാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ജിസാപ്പും റിയാക്ട് വൈറ്റും അതുപോലെ തന്നെ ടെയിൽവിൻഡും ആണ്. അപ്പം നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ഇത് ചെയ്യാമെന്നും നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ കർസർ ആനിമേഷൻ എന്ന് അതിന് പേര് കൊടുക്കുന്നു. മണ്ടയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം CMD അടിക്കുക. ഇവിടെയാണ് നമ്മൾ റിയാക്ട് വൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്രോമിൽ പോയിട്ട് റിയാക്ട് വൈറ്റ് സെർച്ച് ചെയ്യാം. ആദ്യം വരുന്ന ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ലിങ്കിൽ കയറുക. കുറച്ച് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം NPM ക്രിയേറ്റ് വൈറ്റ് ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു NPM കാണാം. അത് നമുക്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ കർസർ ആനിമേഷൻ എന്ന് തന്നെ പേര് കൊടുക്കുകയാണ്. ഫ്രെയിംവർക്ക് റിയാക്ട് കൊടുക്കുകയാണ്. വേരിയൻറ്റ് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ ഞാനത് VS കോഡിൽ കയറിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ഇവിടെ കോഡ് ഡോട്ട് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ VS കോഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സോഴ്സിനകത്ത് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നോഡ് മോഡ്യൂൾസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കുകയാണ്. ഒന്നെങ്കിൽ കൺട്രോൾ അടിക്കുക, അല്ലെങ്കിൽ ടെർമിനലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കർസർ ആനിമേഷൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ്. നമ്മളിതുവരെ എക്സാക്ട് പാത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പം നമുക്ക് CD കർസർ ആനിമേഷൻ എന്ന് കൊടുക്കുകയാണ്. കാരണം ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ പേര് അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കൊടുക്കുകയാണ്. അതിനുശേഷം NPM ഇൻസ്റ്റാൾ എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ നോഡ് മോഡ്യൂൾസ് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ടെയിൽവിൻഡ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ടെയിൽവിൻഡ് സെർച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ വരുന്ന ലിങ്ക് കയറുക, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് കൊടുത്തു. അതിനുശേഷം ഫ്രെയിംവർക്ക് ഗൈഡ്സിൽ കയറുക, എന്നിട്ട് ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞ് കാണാം. നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അവർ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. നമുക്കതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന NPM ഇൻസ്റ്റാൾ കോപ്പി ചെയ്യാം. നമ്മുടെ ടെർമിനലിൽ തന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ package.jsonൽ നോക്കിയാൽ നമ്മുടെ ഡിപ്പെൻഡൻസീസിൽ ടെയിൽവിൻഡ് CSS ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടെയിൽവിൻഡ് config.js എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ വേണം. അപ്പം നമുക്ക് ആ ഫോൾഡറിന് വേണ്ടിയിട്ട് npx ടെയിൽവിൻഡ് CSS init എന്ന് പറയുന്ന ഇതുകൂടെ കോപ്പി ചെയ്ത് ടെർമിനലായിട്ട് പേസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ടെയിൽവിൻഡ് config എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ടെയിൽവിൻഡ് config.jsനകത്ത് ഈ കണ്ടൻസ് പേസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമുക്ക് ടെയിൽവിൻഡ് config.jsനകത്ത് നോക്കിയാൽ കണ്ടൻസിനകത്ത് ഒന്നുമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് CSSനകത്ത് നമുക്ക് ബേസും കമ്പോണൻസും യൂട്ടിലിറ്റീസും കോപ്പി ചെയ്ത് index.cssനകത്ത് പേസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് index.css കിടക്കുന്നത് നമ്മുടെ സോഴ്സിനകത്താണ്. നമുക്ക് സോഴ്സിനകത്ത് ഇൻഡെക്സ് CSSനകത്ത് കുറേ കാണും. അത് നമുക്കത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തായിട്ട് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നെ NPM run dev എന്ന് അടിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കളയാം. നമ്മുടെ app.jsxനകത്ത് കുറച്ച് കോഡ് കിടപ്പുണ്ട്. നമുക്കതെല്ലാം ഇവിടുന്ന് കളയാം. ഓക്കെ, ഇപ്പം നമ്മളെല്ലാം ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ app.cssനകത്തും കിടക്കുന്നതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സോഴ്സിനകത്ത് കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ആ കമ്പോണൻസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഞാൻ മെയിൻ എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിവിടെ ബേസിക് ബോയിലർ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനായി RIFC അടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് app.jsxലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി കോഡ് എഴുതി തുടങ്ങാം. ഞാനിവിടെ മെയിൻ ആയിട്ടുള്ള ഡിവിന് ഹൈറ്റ് സ്ക്രീനും അതുപോലെ തന്നെ വിഡ്ത്ത് ഫുള്ളും കൊടുക്കുകയാണ്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് ഒരു 800 കൊടുക്കുകയാണ്. കളറാണ് ഒരു ഗ്രേ കളറാണ്. ഓക്കെ, നമുക്ക് ഗ്രേ കളർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡിവിനകത്ത് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു നാവ് ബാർ ആണ്. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ഒരു നാവ് ബാർ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ വിഡ്ത്ത് ഫുള്ള് കൊടുക്കുന്നു, ഹൈറ്റ് ഒരു 10 VH കൊടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് കളറ് സിങ്ക് ഒരു 400 കൊടുക്കുകയാണ്. നാവ് ബാറിനകത്ത് ആദ്യം തന്നെ ഞാൻ ലോഗോ എന്ന് പറയുന്ന ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്യുകയാണ്. സോഴ്സിനകത്ത് നമുക്കിപ്പോൾ ഒരു ലോഗോ കൊണ്ടിടണം. തൽക്കാലം ഞാനൊരു ജസ്റ്റ് ഒരു ലോഗോ ഇവിടെ അസറ്റ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ലോഗോ ഫ്രം .assets/logo.png. ഓക്കെ, ഇപ്പം നമുക്ക് ലോഗോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ലോഗോ ഈ സോഴ്സിനകത്ത് കൊടുക്കാം. ഞാനിവിടെ വിഡ്ത്ത് ഒരു 280 പിക്സൽ കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്സ് ആണ്. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ജസ്റ്റ് ഒരു ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഞാൻ ടാഗ് ഇടുന്നു. ടാഗിനകത്ത് ഹോം, എബൌട്ട്, കോണ്ടാക്റ്റ്, സർവീസ് എന്ന് പറഞ്ഞ് 4 എണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്.
അതിനുശേഷം ഞാൻ നാവ് ബാറിന് ഫ്ലെക്സ് കൊടുക്കുകയാണ്. ജസ്റ്റിഫൈ ബിറ്റ്വീനും അതുപോലെ തന്നെ ഐറ്റം സെൻറ്ററും കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പാഡിങ് എക്സ് ഒരു 20 പിക്സൽ കൊടുക്കുകയാണ്. അതിനുശേഷം ലിങ്ക്സിന് ഞാൻ ജസ്റ്റ് ഫ്ലെക്സും അതുപോലെ തന്നെ ഗ്യാപ്പ് ഒരു 5ഉം കൊടുക്കുകയാണ്. ഞാൻ ടെക്സ്റ്റ് ജസ്റ്റ് ബ്ലാക്ക് ഇവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫോണ്ട് ബോൾഡ് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ ജസ്റ്റ് നടുക്കൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. സെൻട്രലായിട്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഡിബ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഞാൻ ഒരു H1 ടാഗ് ഇടുന്നു. H1 ടാഗിനകത്ത് ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു P ടാഗ് കൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തോടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഫൂട്ടർ എന്ന് പറഞ്ഞ് ഒരു ഡിബ് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് 2 H1 ടാഗിൽ 2 ടെക്സ്റ്റുകൾ ഇടുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ടെക്സ്റ്റുകളല്ലാതെ ഇവിടെ അടുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിബാണ് മെയിൻ ഡിബ്. നമുക്ക് ഈ മെയിൻ ഡിബിന് ഫ്ലെക്സ് കോളം അതുപോലെ തന്നെ ജസ്റ്റിഫൈ ബിറ്റ്വീനും കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പാഡിങ് ബോട്ട് ഒരു 5 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിന് ഫ്ലെക്സ് അതുപോലെ തന്നെ ഫ്ലെക്സ് കോളം ഐറ്റം സെൻറ്റർ കൊടുക്കാം. ഫൂട്ടറിന് ഫ്ലെക്സും അതുപോലെ തന്നെ ജസ്റ്റിഫൈ ബിറ്റ്വീനും കൊടുക്കാം. ഈ ഫൂട്ടറിന് ജസ്റ്റ് ഞാൻ ഒരു PX ഒരു 10 PX ഒരു ജസ്റ്റ് ഒരു 40 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പൂടെ കുറച്ച് കൂട്ടണം. ഓക്കെ, നമ്മുടെ സെൻറ്ററിലുള്ള H1ന് ഞാൻ ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ഫോണ്ട് ബോൾഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒരു 40 പിക്സൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം വലിപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കർസർ കൊണ്ടുപോകുമ്പം നമ്മുടെ കർസർ ചേഞ്ചായി ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സാധനം വരും. നമുക്ക് അത് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് കർസർ ഡിഫോൾട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് കർസർ മാറുന്നില്ല. അതുപോലെ തന്നെ ആ സെയിം കർസർ ഡിഫോൾട്ട് എന്നുള്ളത് ഞാൻ ഈ P ടാഗിനോടെ കൊടുക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഡിബ് കൂടെ ഏറ്റവും ടോപ്പിലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ ഡിബിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിന് കർസർ എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം വിഡ്ത്ത് ഞാനൊരു 20 പിക്സലും അതുപോലെ തന്നെ ഹൈറ്റും ഒരു 20 പിക്സൽ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് റൗണ്ടഡ് ഫുള്ള് കൊടുക്കുകയാണ്. നമുക്കത് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് റൗണ്ടഡ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് കിട്ടിയായിട്ട് കാണാം. എന്നിട്ട് ഇതിന് ഞാൻ അബ്സല്യൂട്ട് കൊടുക്കുകയാണ്. അബ്സല്യൂട്ട് കൊടുത്തതിന് ശേഷം മെയിനിന് റിലേറ്റീവ് കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇത് ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിബാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇനി GSAPൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ ടെർമിനൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. Ctrl+C അടിക്കുന്നു. അതിനുശേഷം വൈഞ്ഞെക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഇനി npm ഇൻസ്റ്റാൾ GSAP എന്ന് ഇവിടെ അടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ GSAP ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ GSAP ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് GSAP ഫ്രം GSAP. ഓക്കെ, ഇതൊരു കേരള ബ്രാക്കറ്റിൽ ഇടണം. ഓക്കെ, ഇപ്പം നമ്മൾ GSAP ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനകത്ത് ഒരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, യൂസ് എഫക്റ്റ് എന്ന് എഴുതിയതിനു ശേഷം എൻ്റർ അടിച്ചപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ആയിട്ട് കാണാം. നിങ്ങൾ ഇമ്പോർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ആ ബ്രാക്കറ്റിനകത്ത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒരു ആരോ ഫംഗ്ഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യൂസ് എഫക്റ്റിന് ഇവിടെ ഞാൻ ഒരു empty അറേയും കൂടെ ഇടുകയാണ്. ഓക്കെ, അതൊരു ഡിപ്പെൻഡൻസീസിന് വേണ്ടി നമ്മൾ ഇടുന്ന ഒരു empty അറേയാണ്. ഓക്കെ, അതുകൂടെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസ് മൂവ് ചെയ്യുമ്പോഴുള്ള X ആക്സിസും അതുപോലെ തന്നെ Y ആക്സിസും നമുക്ക് എടുക്കണം. അപ്പോൾ ഈ X ആക്സിസും Y ആക്സിസും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇവൻസിൽ, അതായത് നമ്മുടെ വിൻഡോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് അത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാൻഡിൽ മൗസ് മൂവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് ഞാൻ പാസ് ചെയ്യുകയാണ്. അതായത് ഇവൻറ്റിൻ്റെ ആണ്. ഓക്കെ, ഞാൻ ഇപ്പം ഇവിടെ പാസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇവൻസിനകത്തു നിന്ന്, അതായത് നമ്മുടെ വിൻഡോയിലെ ഇവൻസിനകത്ത് നിന്ന് ക്ലയൻറ്റ് എക്സും ക്ലയൻറ്റ് വൈയും ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കോൺസ്റ്റ് എന്ന് എഴുതുകയാണ്. ഡീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ഇടുന്നു. അതിനുശേഷം ക്ലയൻറ്റ് എക്സ് കോമ ക്ലയൻറ്റ് വൈ
ഇത് എടുക്കുന്നത് നമ്മൾ ഇ എന്നാണ്, അതായത് നമ്മുടെ ഇവൻസിൽ നിന്ന്. അപ്പം നമുക്കിപ്പം ക്ലയൻറ്റ് എക്സും ക്ലയൻറ്റ് വൈയും ഡീസ്ട്രക്ചറായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ജി സാപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി തുടങ്ങാം. നമ്മളിവിടെ ജി സാപ്പ് എന്ന് എഴുതുകയാണ്, ഡോട്ട് ഇടുന്നു, 2 എന്ന് എഴുതുന്നു. ഓക്കെ, ജി സാപ്പ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ ബ്രാക്കറ്റിനകത്ത് ഒരു കോഡ്സ് ഇടുകയാണ്. ഡബിൾ കോഡ്സ് ഇട്ടതിന് ശേഷം ഏതിനാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കുന്നതെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ കർസറിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഐ ഡി കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഐ ഡി കർസർ എന്ന് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഹാഷ് കർസർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എഴുതുന്നതെല്ലാം കർസറിനായിരിക്കും വർക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോമ ഇടുകയാണ്, അതിനുശേഷം ഒരു കേളി ബ്രാക്കറ്റ് ഇടുന്നു. ആ കേളി ബ്രാക്കറ്റിനകത്താണ് ഇതിന് എന്തൊക്കെ സംഭവിക്കണം എന്ന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസ് ആയിട്ട് ഒരു എക്സ് എന്ന് ഇടുന്നു, അതുപോലെ തന്നെ ഒരു ഫുൾ കോളൻ ഇടുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഡീസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലയൻറ്റ് എക്സ് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കോമ ഇടുന്നു. അടുത്തതായിട്ട് നമ്മൾ വൈ ആക്സിസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ വൈ എന്ന് ഇടുന്നു, ഒരു ഫുൾ കോളൻ ഇടുന്നു, ക്ലയൻറ്റ് വൈ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ. നമ്മൾ ഡ്യൂറേഷൻ ഇവിടെ ഞാനൊരു 0.2 കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഡിലേ ആണ്. ഡിലേ നമ്മളിവിടെ കൊടുക്കുന്നില്ല, ഡിലേ 0 കൊടുക്കുകയാണ്. ഡിലേ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ആക്കി കഴിഞ്ഞ് എത്രയാണോ ഡിലേ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ അത് കൊടുക്കുകയാണ്. പിന്നെ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈസ് കൊടുക്കുകയാണ്. ഈസ് നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് ജി സാപ്പിൻ്റെ തന്നെ സൈറ്റിൽ കയറിയിട്ട് നോക്കാം. അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ പവർ 4 യൂസ് ചെയ്യുകയാണ്. പവർ ഫോറിൻ്റെ ഔട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പവർ 2 1 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കുറച്ചുകൂടെ സ്പീഡാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ജി സാപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മളെ യൂസ് എഫക്റ്റിനകത്ത് നമുക്ക് 2 ഇവൻറ്റ് ലിസണറോടെ കൊടുക്കാനുണ്ട്. നമ്മൾ വിൻഡോ ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസണർ കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇടുന്നു. അതിനകത്ത് മൗസ് മൂവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫംഗ്ഷനാണ് ഹാൻഡിൽ മൗസ് മൂവ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സംഭവം റിട്ടേൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ റിട്ടേൺ കൊടുക്കുകയാണ്. അതിനുശേഷം അതിനെ ഒരു ആരോ ഫംഗ്ഷൻ പോലെ പാസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എഴുതുന്നത് വിൻഡോ ഡോട്ട് റിമൂവ് ഇവൻറ്റ് ലിസണർ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം അതിനകത്ത് മൗസ് മൂവ് തന്നെ കൊടുക്കുകയാണ്. ഡബിൾ കോട്ട്സിലിടുക അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിലിടുക. അതിനുശേഷം ഒരു കോമ ഇടുന്നു. ഇനി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫംഗ്ഷൻ ഇവിടെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ യൂസ് എഫക്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ ഇത് നമ്മുടെ കൂടെ മൂവ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജി സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യണം. അപ്പം നമ്മളിവിടെ ഒന്നുകൂടെ റൺ ചെയ്യാണ്. npm റൺ ഡെവ് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കിയാൽ ഓക്കെ നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിവ് നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് എക്സാക്റ്റ് സെൻറ്ററിലല്ല നിൽക്കുന്നത്, നമ്മുടെ കർസറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്കത് ശരിയാക്കാനായിട്ട് നമ്മൾ എത്രയാണോ ഇവിടെ കർസറിൻ്റെ ഡിവിന് കൊടുത്തിരുന്ന ഹൈറ്റും വിഡ്ത്തും അത് ഇവിടെ മൈനസ് ചെയ്യുക. -20 പിക്സലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 20/2 അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും -20/2 കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും പകുതി വെച്ച് ഇവിടെ ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ കറക്റ്റ് പോയിന്റ് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് കിട്ടി. അങ്ങനെ നമ്മുടെ കർസറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്കിവിടെ ഹോവർ ചെയ്യുമ്പം അത് വലുതാവണം, അതുപോലെ തന്നെ കളർ ചേഞ്ച് ആവണം. ആ സംഭവം കൂടെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെ ഹോവർ ചെയ്യുമ്പോഴാണോ അത് വലുതാവേണ്ടത് അവിടെ നമുക്ക് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൺ മൗസ് എൻ്ററും അതുപോലെ തന്നെ ഓൺ മൗസ് ലീവും കൊടുക്കാം. എന്നിട്ട് ഓൺ മൗസ് എൻ്ററിനകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുകയാണ്. ഇതിന് കേളി ബ്രാക്കറ്റ് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് അവിടെ gsap.to എഴുതുകയാണ്, നേരത്തെ എഴുതിയ പോലെ തന്നെ. എന്നിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഇടുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ കർസർ എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, കർസറിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ കേളി ബ്രാക്കറ്റിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെ നടക്കണം എന്ന് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കെയിൽ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കോളൻ ഇടുന്നു. ആ കോളനകത്ത്
എത്ര സ്കെയിലാണെന്നാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ തൽക്കാലം ഒരു 8 കൊടുക്കുകയാണ്. അതിനുശേഷം ഡ്യൂറേഷൻ ഒരു 0.3 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ആരോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പം എറർ പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് മൊത്തം ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. അതിനുശേഷം ഈ ഓൺ മൗസ് ലീവിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ സ്കെയിലിൻ്റെ ഇവിടെ 8 എന്നുള്ളത് തിരിച്ച് ഞാൻ പഴയതുപോലെ ഡിഫോൾട്ട് ആക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിങ്ങനെ വിട്ട് വിട്ട് പോകുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ അതിന് തോന്നുന്ന സമയത്താണ് അത് ഓപ്പൺ ആവുന്നത്. അതിവിടെ കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നില്ല. ചില സ്ഥലത്ത് മാത്രം വരുമ്പോൾ ഓപ്പൺ ആവും. ഏതെങ്കിലും ഒരു പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ മാത്രം അത് ഓപ്പൺ ആവും. അപ്പം നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കർസർ എന്ന് പറയുന്ന ഡിവിന് പോയിന്റർ ഇവൻ നണ്ണ് കൊടുക്കാം. പോയിന്റർ ഇവൻ നണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെവിടെ ഹോവർ ചെയ്താലും വരും. ഓക്കെ, അപ്പം നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഡോൺ മിസ് ഔട്ടിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ H1 ഇട്ടിട്ടുള്ള ഓൺ മൗസ് എൻറ്ററും അതുപോലെ തന്നെ ഓൺ മൗസ് ലീവും മൊത്തമായിട്ട് കോപ്പി ചെയ്ത് പിക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 8 എന്നുള്ളത് ഞാനൊരു 4 ആക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഹോവർ ചെയ്യുമ്പം 8 വരും, ഇത് ഹോവർ ചെയ്യുമ്പോൾ 4 വരും. ഓക്കെ, അപ്പം നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൽ ഹോവർ ചെയ്യുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്സ്റ്റ് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കർസർ എന്ന് പറയുന്ന ഡിവിന് മിക്സ് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. മിക്സ് ബ്ലെൻഡിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ ഹോവർ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇവിടെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പം ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹോവർ ചെയ്യുന്ന ടൈമിൽ ഇവിടെ വന്നുകൊണ്ടിരുന്ന പോലെ തന്നെ ഇങ്ങനെ സൂം ആവും. അത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഓൺ മൗസ് എൻറ്ററും അതുപോലെ തന്നെ ഓൺ മൗസ് ലീവും കൊടുത്തത് കോപ്പി ചെയ്യുക. ലിങ്ക്സിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലിങ്ക്സിന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലിങ്ക്സിൻ്റെ ഭാഗം വരുമ്പം അതുപോലെ വലുതാവും. ഇതിപ്പോൾ 8 കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ സോഴ്സ് കോഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നെയായിട്ട് കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.